ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. ശബരിമല സ്വർണ്ണ കവർച്ച ഹൈക്കോടതി മേൽനോട്ടത്തിൽ സിബിഐ അന്വേഷിക്കണമെന്ന് മുൻ കെപിസിസി പ്രസിഡന്റ് കെ മുരളീധരൻ. കെപിസിസി നടത്തുന്ന വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് നിലമ്പൂരിൽ നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു ജാഥ ക്യാപ്റ്റൻ കൂടിയായ കെ മുരളീധരൻ. ദേവസ്വം മന്ത്രിയായ ശ്രീ വാസവനെ കൊണ്ട് യോഗി ആദിത്യനാഥിന്റെ പ്രമേയം വായിപ്പിച്ച് അദ്ദേഹം പുളകിതനാണ്. ഞാൻ ചോദിക്കുന്ന, കോൺഗ്രസിന്റെ ഏതെങ്കിലും ഒരു സമ്മേളനത്തിലോ മറ്റോ, അല്ലെങ്കിൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു സർക്കാരിലോ മറ്റോ യോഗി ആദിത്യനാഥിന്റെ വല്ല സന്ദേശവും വായിക്കാൻ ഇവിടെ ഇരിക്കാൻ പറ്റുമോ? നമുക്ക് അറിയില്ല. സന്ദേശം വായിച്ചു ഒരു മടിയും കൂടാ. ആ സമ്മേളനം കഴിഞ്ഞപ്പോ ഗോവിന്ദ മാഷ് പറഞ്ഞു, കസാലകളൊക്കെ നിങ്ങൾ സംവിധാനം വെച്ച് ഉണ്ടാക്കിയതാണ് ഒഴിഞ്ഞ കസാല. ഇനി അത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും 28 സാമുദായിക നേതാക്കന്മാർ ഞങ്ങളുടെ അതിൽ പങ്കെടുത്തു. ഇനി ഞങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, മൂന്നാമതും പിണറായി വരും. അപ്പോഴാണ് ഇടുത്തി പോലെ ഹൈക്കോടതിയുടെ തീരുമാനം. ഹൈക്കോടതി പറഞ്ഞെന്താ, കുറെ സ്വർണം ഇവിടുന്ന് ചെന്നൈയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. അത് തിരിച്ചു വന്നപ്പോ തൂക്കം കുറഞ്ഞു. അതായിരുന്നു ആദ്യത്തെ സംഭവം. അന്വേഷിച്ചപ്പോഴാണ് ഒറിജിനൽ സ്വർണം ചെമ്പുപാളികളാക്കി രേഖയുണ്ടാക്കി ചെന്നൈയിലേക്ക് കൊണ്ടുപോയി. തിരിച്ചു വന്നപ്പോ വേറെ പല ചെമ്പ് തകിടുകളിൽ സ്വർണം പൂശി ഡ്യൂപ്ലിക്കേറ്റ് പോകും. അപ്പൊ ഒറിജിനൽ എന്ത് സംഭവിച്ചു? ഞങ്ങൾ ചോദിച്ചു, മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. അപ്പോഴാണ് ഹൈക്കോടതി പറഞ്ഞത് ഒറിജിനൽ കിറ്റ് കാശാക്കിക്കാം. ഇതിന് ക്ലിയർ ആയിട്ടൊരു തീരുമാനം ഇനി വരാണ്ട് ബഹുമാനപ്പെട്ട കോടതിയാണ് പറഞ്ഞത്. പവിത്രമായ ശബരിമലയിൽ കൊള്ള നടത്താൻ കൂട്ടുനിന്ന ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പിരിച്ചുവിടണമെന്നും കെ മുരളീധരൻ ആവശ്യപ്പെട്ടു. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ആചാര ലംഘനവും നടന്നിട്ടുണ്ട്. അയ്യപ്പനോട് കളിച്ചവർക്ക് തിരിച്ചടിയുണ്ടാവും. മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ ശാപം കിട്ടിയിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. ഭിന്നശേഷിക്കാർക്കെതിരെയും നീളം കുറഞ്ഞവർക്കെതിരെയും മുഖ്യമന്ത്രി നടത്തിയ പരാമർശം അതാണ് സൂചിപ്പിക്കുന്നത്. ദേവസ്വം ബോർഡ് പണം ഉപയോഗിച്ച് സർക്കാർ നടത്തിയ അയ്യപ്പ സംഗമം കോൺഗ്രസ് ആരോപിച്ചതുപോലെ നാടകമാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായെന്നും കെ മുരളീധരൻ പറഞ്ഞു. കാഞ്ഞങ്ങാട് നിന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്ത ജാഥയ്ക്കാണ് നിലമ്പൂരിൽ സ്വീകരണം നൽകിയത്. AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി യോഗം ഉദ്ഘാടനം ചെയ്തു. Why the court is saying the sanctity of the temple has been demolished, destroyed? How it happened? In the LDF government, they have there was a board. They have their own people in the board. And if the Pinarayi Vijayan government and the minister are inefficient to take the responsibility of the theft happened there by the Devasam board and Mr. Poti, they should resign and they should have ashamed of the fact that they cannot take the responsibility and they cannot give security to the people of Kerala. It is not happening in one place, it is happening in many other places. But what is the remedy? Why the court has to take the cause and given their verdict? It is the government should take responsibility and accountability. രാജ്യത്തിന് തന്നെ അഭിമാനമായ ശബരിമലയെ കൊള്ളയടിക്കുന്ന പിണറായി സർക്കാർ
കേരളത്തിന് അപമാനമാണെന്ന് അവർ പറഞ്ഞു. ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. ലീഗ് ദേശീയ ട്രഷറർ PV അബ്ദുൽ വഹാബ് MP, ജാഥ വൈസ് ക്യാപ്റ്റൻ T സിദ്ദിഖ് MLA, AP അനിൽകുമാർ MLA, DCC പ്രസിഡന്റ് VS ചോയ്, ജാഥ മാനേജർ PM നിയാസ്, ലീഗ് ജില്ലാ സെക്രട്ടറി ഇസ്മായിൽ മുത്തേടം, ബാലകൃഷ്ണൻ പെരിയ, N സുബ്രഹ്മണ്യൻ, KPCC ജനറൽ സെക്രട്ടറി KP നൌഷാദ് അലി, അജീഷ് എടാലത്ത്, A ഗോപിനാഥ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും. ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം. കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്നു ഒരു സുവർണ അവസരം. അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും. അതുകൊണ്ടിനി കൂടുതൽ സമ്പാദ്യം, കൂടുതൽ സന്തോഷം, കൂടുതൽ ആഘോഷങ്ങൾ. എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം. Charitra Vivag Bridal Collections by Shobhika Weddings.